പള്ളിച്ചട്ടമ്പി. ടൊവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിജോ ജോസ് ആന്റണി, ജനഗണമനയുടെ സംവിധായകൻ തന്നെയാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീ ഗോകുലം ഗോപാലേട്ടനാണ്. ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് പള്ളിച്ചട്ടമ്പി. അതിന്റെ പേര് പോലെ തന്നെ പഴയ കാലത്തെ ഒരു കഥയാണ് ഇത് പറയുന്നത്. പള്ളീനെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു കഥ തന്നെയാണ്, ഒരു ചട്ടമ്പിയുടെ കഥ തന്നെ. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. രാഷ്ട്രീയം അതിനകത്ത് ചെറിയ രീതിയിലെങ്കിലും അദ്ദേഹം കയറ്റിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഡിജോന്റെ സിനിമ ആയതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഏത് ലെവലിലാണെന്ന് അറിയില്ല. നമുക്ക് സിനിമ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏപ്രിൽ 9 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ ചിത്രം റിലീസ് ചെയ്യും. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ എല്ലാ ഭാഷയിലും ചിത്രം പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് ഈ ചിത്രം ഇറങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലൊരു മൂവി. കാരണം വെച്ചാൽ അതിൻ്റെ ടീസർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ കളർ പാറ്റേണിങ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ മൂവിക്കുള്ള എല്ലാ ചേരുവകളും ഈ ചിത്രത്തിനുണ്ട്. നല്ലൊരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാത്തിരുന്ന വേറൊരു മൂവിയായിരുന്നു ജനഗണമന. അതിൻ്റെ 2ാം ഭാഗം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അത് ആദ്യം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ 2ാം ഭാഗം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഷൂട്ടിംഗ് നടന്നത്. അതിൻ്റെ 2ാം ഭാഗത്തിൻ്റെ ടീസർ ഏറ്റവും ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മാറിയ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ഒരു ജനഗണമനയുടെ 2ാം ഭാഗം ഇറങ്ങാനുള്ള ഒരു സാധ്യതയില്ല. കാരണം എന്തെങ്കിലും ഒന്ന് നമ്മളുടെ ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സെൻസർ ചെയ്യാതെയും വെട്ടിമുറിച്ചും തിയേറ്ററിൽ പോലും കാണിക്കാത്ത രീതിയിൽ സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയ്ക്കും പച്ചയായിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ ജനഗണമന ഒരിക്കലും ഈ സാഹചര്യത്തിൽ വരികയില്ല. അത് അവർ ഷൂട്ട് ചെയ്താൽ പോലും തിയേറ്റർ കാണില്ല, പെട്ടിയിലായി പോകുന്നുള്ള 100% ഉറപ്പാണ്. അല്ലെങ്കിൽ മറ്റേ OTT-യിലൊക്കെ റിലീസ് ചെയ്യണം. അതുകൊണ്ട് ജനഗണമന 2 പറ്റി ഇപ്പം ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് പള്ളിച്ചട്ടമ്പി വരട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. നല്ലൊരു വിജയമാറട്ടെ.